ഇപ്പോൾ ദാസേട്ടനെ പോലത്തെ ഒരാളും അല്ലെങ്കിൽ അവരൊക്കെ ആ ലെവലിലായതുകൊണ്ടും അവരുടെ 60s-ലും 70s-ലും അവരെ കൊണ്ട് പാടിപ്പിച്ച ചില മ്യൂസിക് ഡയറക്ടേഴ്സേ ഉള്ളൂ. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ നിർത്തി അടുത്ത ജനറേഷനിലുള്ള സിംഗേഴ്സിനെ എല്ലാവരും പാടിക്കാൻ തുടങ്ങി. ദാറ്റ് ഇസ് ദ വേ ഇറ്റ് ഷുഡ് ബി, റൈറ്റ്? അപ്പോൾ അത് ആ കാലം എനിക്കും വരും. അപ്പോൾ അതുവരെയെങ്കിലും ഇതൊക്കെ എന്തൊക്കെയായാലും പാഷനാണ്. ഇതൊക്കെ നമ്മുടെ ലൈഫ്. എല്ലാവരും പാഷന് വേണ്ടിയല്ല പാടാൻ വരുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് പാഷനറ്റ് ആയിട്ടുള്ള പ്രൊഫഷനിലല്ല ജോലി ചെയ്യുന്നത്. ബട്ട് ദിസ് ഇസ് പാഷൻ ആസ് വെൽ ആസ് ബ്രെഡ്. നമ്മുടെ ഡെയിലി ബ്രെഡാണ്. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട സമയത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ, ഞാൻ എപ്പോഴും പ്രൊഡ്യൂസേഴ്സിനോട് പറയും, നിങ്ങൾ ഇപ്പോഴെങ്കിലും എനിക്ക് കുറച്ചുകൂടെയും കൂട്ടി തന്നില്ലെങ്കിൽ കുറച്ച് വർഷം കൂടെയും കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കും പോലും ഇല്ല. എനിക്ക് ശബ്ദം ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് വിളിക്കും, തിരിഞ്ഞും പോലും നോക്കില്ല. അപ്പോൾ ഞാൻ തന്നെ എവിടെയെങ്കിലും പോയി പാടി എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കേണ്ടി വരും. സോ ഞാൻ പറഞ്ഞാൽ ലൈക്ക് യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യു മേക്ക്, എന്താണ് അതിൽ ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ടല്ലോ, എന്താണ് മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്ന് പറയുന്നത്. സോ എന്ന് പറയുന്ന പോലെ അതുകൊണ്ട് ഉള്ളത് മാത്രമേ ഉള്ളൂ അന്ന് ഞാൻ പറഞ്ഞത്. ആ ഒരു അവസ്ഥയിൽ മേ ബി ആ ലോക്ക്ഡൗൺ സമയത്തുണ്ടായിരുന്ന ഫ്രസ്ട്രേഷനിൽ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇനി ചിലപ്പോൾ പാടില്ലായിരിക്കും എന്നുള്ളത്. അവരത് ഹെഡ്ലൈനായിട്ട് ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ അവസാനം കുറേ പേര് ചീത്ത പറയുന്ന പോലെ. പക്ഷേ അങ്ങനെ ഒരു ചോയ്സ് ഞാൻ എടുത്താലും അത് എൻ്റെ ചോയ്സാണ്. അതിപ്പോൾ ആരെന്ത് ചീത്ത പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇറ്റ്സ് മൈ ചോയ്സ്.